നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഥവാ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി 1723 അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് സ്മാൾ സ്കോട്ടിഷ് ടൗണിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏർലി ഏജിൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഇന്റലിജൻസ് അദ്ദേഹം ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഇന്റലിജൻസ് ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഫസർ ആയിട്ട് മാറുകയാണ്. ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട് അദ്ദേഹം എന്താണ് അവിടുത്തെ ഒരു പ്രൊഫസർ ആയിട്ട് മാറുകയാണ്. ദെൻ അദ്ദേഹം പിന്നീട് അദ്ദേഹം യൂറോപ്പിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ അദ്ദേഹം കാണുകയാണ്. ആരൊക്കെയായിരുന്നു? നമ്മുടെ വോൾട്ടയറും അതേപോലെ ഫ്രാങ്കോയിസ് കോർണെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളെ നമ്മുടെ യൂറോപ്പ് വെച്ച് അദ്ദേഹം കണ്ടു. പിന്നെ അദ്ദേഹം അവരോട് ചർച്ചയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത് എന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ അദ്ദേഹം നോക്കിയത് നമ്മുടെ രാഷ്ട്രങ്ങളെ എങ്ങനെയാണ് സമ്പന്നരാക്കുന്നത്. ഓക്കെ, നമ്മുടെ രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് സമ്പന്നരാകുന്നത്, അതുപോലെ വിപണികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദെൻ ഭരണകൂടത്തിന്റെ പങ്ക് എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം നേരിട്ട് നിരീക്ഷിച്ചത്. ദെൻ 1776 ലോകത്തിനെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കാണ്. ആ പുസ്തകത്തിന്റെ പേര് ആൻ എൻക്വയറി ഇൻടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പുസ്തകത്തിന്റെ വക്താവും കൂടെയാണ് നമ്മുടെ ആഡം സ്മിത്ത്. വർഷം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക, 1776. ഓക്കെ, മാത്രമല്ല നമ്മുടെ ആഡം സ്മിത്തിന് അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ദ ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെ, നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ ആഡം സ്മിത്ത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞാല് അദ്ദേഹം എന്താണ്, ഒരു ക്ലാസിക്കൽ എക്കണോമിക്സിന് അടിത്തറയിട്ട ഒരാളാണ്. ഓക്കെ, ക്ലാസിക്കൽ എക്കണോമിക്സിന് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ആഡം സ്മിത്ത്. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കീ ടേംസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ, അതേപോലെ എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് അല്ലെ. ഈ ഒരു രണ്ട് കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിവിഷൻ ഓഫ് ലേബർ എന്നതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുക. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയുക, അതും ഏതിലൂടെ സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട്, സ്പെഷ്യലൈസേഷൻ വഴി എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കഴിയുക. ഇതെന്തിനാണ്? നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബർ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഇൻവിസിബിൾ ഹാൻഡ് ആണ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാല് എന്താണ്? വ്യക്തികള് സ്വാർത്ഥ ലാഭം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കൊരു ലാഭം കിട്ടും. ആ ഒരു ലാഭം സമൂഹത്തിനും ഗുണമാണ് എന്നാണ് ഇൻവിസിബിൾ ഹാൻഡിൽ പറയുന്നത്. അതിന്റെ ടേം ഒന്ന് നമുക്ക് നോക്കാം. വ്യക്തികള് സ്വാർത്ഥ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായും നമ്മുടെ സമൂഹത്തിന്റെ പൊതുവിളക്കായിട്ട് മാറും. അതായത് നമ്മുടെ സമൂഹത്തിന്റെ പൊതുക്ഷേമം അല്ലെ, പബ്ലിക് വെൽഫെയറിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, സംഭാവന ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തികൾ എന്ത് ചെയ്യും, നമ്മുടെ സ്വാർത്ഥ ലാഭം വ്യക്തികൾ എന്ത് ചെയ്യും, അവരുടെ സ്വാർത്ഥ ലാഭം പിന്തുടരുന്ന സമയത്ത് ആ വ്യക്തികളുടെ പ്രവർത്തികൾ അവർ പോലും അറിയാതെ എന്ത് ചെയ്യാണ്, സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ക്ഷേമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ അതിന് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ഹാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ തൊഴിൽ വിഭജനം അല്ലെ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? നമ്മുടെ ഈ ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ, അതായത് ജോലികൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ഓർത്തു വെക്കുക. അതായത് ഉൽപാദന പ്രക്രിയയിൽ
നമ്മളൊരു പ്രൊഡക്ഷൻ നമുക്ക് നടത്തുന്നു, ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണ്. സോ ആ സമയത്ത് എന്തെങ്കിലും ഒരുപാട് ജോലികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ജോലികൾ ഒരു വ്യക്തി തന്നെ ചെയ്യാതെ ആ ജോലികളെ ഓരോ ചെറിയ ചെറിയ ജോലികളാക്കി മാറ്റിയിട്ട് ഓരോ ആളുകൾക്കും ഓരോ ജോലി കൊടുക്കുക. അതാണ് നമ്മുടെ ഇവിടെ ഈ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉൽപാദന പ്രക്രിയയെ ചെറിയ ജോലികളാക്കിയിട്ട് വിഭജിക്കുകയും ഓരോ ജോലിയും വ്യത്യസ്ത തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ. ആരുടെ കാഴ്ചപ്പാടിൽ? നമ്മുടെ ആഡം സ്മിത്തിന്റെ കാഴ്ചപ്പാടിൽ. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ ആക്കി, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ജോലികളാക്കിയിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ, നമ്മുടെ സാധനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. മാത്രമല്ല നമ്മുടെ ടൈമിലെ നമ്മൾ എന്താണ് സേവിങ് ഓഫ് ടൈം ആണ്. അതായത് ഇപ്പൊ ഒരാള് ഇപ്പൊ ഇന്ന് ഞാനൊരു പെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കും. നേരെ മറിച്ച് ഒരു 10-12 പേര് ഒരുമിച്ച് കൂടിയിട്ടാണ് ആ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ആ ഒരു പരിപാടി പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയും അല്ലെ. നമ്മുടെ ടൈം ഒന്നര ചെലവാക്കുന്ന അതേസമയം 10 പേര് ആ ഒരു ടൈമിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ 10 പെൻ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, നമ്മളെ ടൈം എന്ത് ചെയ്യും, സേവ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ടൈം എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ദെൻ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് അത് കുറക്കും. ഓക്കെ, ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദെൻ മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും അല്ലെ. ഗ്രേറ്റർ ഔട്ട്പുട്ട് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അല്ലെ. അതോടുകൂടെ എക്കണോമിക് ഗ്രോത്ത്. ഇപ്പൊ ഒരാള് ഒരു നൂലുണ്ടാക്കുകയാണെങ്കിൽ ഒരാള് പ്രവർത്തിക്കുമ്പോൾ അത് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ എടുക്കും ഒരാൾ ഒറ്റക്ക് ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് അയാളുടെ കൂടെ ഒരു 4-5 പേര് ഒരുമിച്ചൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അത് 2 മാസം എടുക്കുന്നതിന് പകരം 15 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടൊക്കെ ആ പണി തീർക്കാൻ കഴിയും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കൂടും. ഓക്കെ, ഔട്ട്പുട്ടും കൂടും, മാത്രമല്ല എക്കണോമിക് ഗ്രോത്തും അവിടെ സംഭവിക്കും. ദെൻ നമ്മുടെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് യൂസ് ഓഫ് ടൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് എഫിഷ്യന്റ് യൂസ് ഓഫ് ടൂൾ? അപ്പൊ ഇതാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ആഡം സ്മിത്തിന്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ നമുക്ക് നോക്കാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് കേട്ടോ. ഇതില് ഈ ഡിവിഷൻ ഓഫ് ലേബറിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതെന്താണ്, നമ്മുടെ സിസ്റ്റം ഓഫ് സോഷ്യൽ കോപ്പറേഷൻ, അഥവാ ഇതൊരു സാമൂഹിക സഹകരണ സിസ്റ്റമാണ്, സാമൂഹിക സഹകരണ സംവിധാനമാണ്. എന്ത്, ഈ ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, സാമൂഹിക സഹകരണ സംവിധാനമാണ്. ദെൻ അടുത്തത് പറയുന്നുണ്ട്, കുറച്ച് കീ ഐഡിയാസ് കൂടെ നമുക്ക് നോക്കാം ആഡം സ്മിത്തിന്റെ. ഫസ്റ്റ് വൺ, അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രീ മാർക്കറ്റ് ആയിരിക്കണം. മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിയന്ത്രണങ്ങളൊന്നും പാടില്ല. എന്തെയ്യണം, ഫ്രീ ആയിരിക്കണം, ഫ്രീ മാർക്കറ്റ് ആയിരിക്കണം, കോമ്പറ്റീഷൻ ആയിരിക്കണം, ദെൻ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും, എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി അവിടെ സംഭവിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, ഇവിടെ എന്തായിരിക്കണം, മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആയിരിക്കണം. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ വളരെ കുറച്ചു മതി, മിനിമൽ ഇന്റർവെൻഷൻ ആയിരിക്കണം. ദെൻ ഇൻവിസിബിൾ ഹാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിനെ എഫിഷ്യന്റ് ആയിട്ട് ലീഡ് ചെയ്യും അല്ലെ. അത് ഗൈഡ് ചെയ്യും അല്ലെങ്കിൽ ലീഡ് ചെയ്യും നമുക്ക് പറയാം അല്ലെ. നമ്മുടെ മാർക്കറ്റ് എന്തായും, എഫിഷ്യന്റ് മാർക്കറ്റ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന്റെയൊക്കെ ഒരു നല്ല വശമാണ്. ഇനി നമുക്ക് നോക്കാം അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് തൊഴിലുള്ള സംതൃപ്തി അഥവാ നമ്മുടെ സാറ്റിസ്ഫിക്കേഷൻ എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, തൊഴിലിൽ എന്തുണ്ടാവും, സംതൃപ്തി കുറയും, നഷ്ടപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് തൊഴിൽ ചലനമില്ലായ്മയായിട്ട് മാറും. അതായത് ഇപ്പൊ നമുക്കറിയാം, കുറച്ചു മുന്നേ വരെ എന്തായിരിക്കും, ഒരാൾ തന്നെ ഒരു ജോലി എടുക്കുമ്പോൾ ആ പണിനെ വിഭജിച്ച് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ വിഭജിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോ വിഭജനത്തിൽ കിട്ടിയ ഒരു ജോലി ഉണ്ടാവില്ല, അത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ മേഖല ആയിരിക്കൂല അത്, അയാൾക്ക് അത് വൃത്തിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് എന്തുണ്ടാവും, മാത്രമല്ല ചിലപ്പം ആരിപ്പോ യന്ത്രങ്ങളുടെ കാര്യമൊക്കെ ആണെങ്കിൽ ചിലപ്പം ആ ഒരു ടൂൾസ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് അത് ഭയങ്കര അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറയുന്നത്, സ്പെഷ്യലൈസേഷൻ എന്തായിരിക്കും, തൊഴിലാളികളുടെ പൊരുത്തപ്പെടുന്നതിൽ എന്തെയും അവരെ പ്രയാസപ്പെടുത്തുന്നു. ദെൻ മോണോട്ടോണി ആൻഡ് മെന്റൽ ഫാറ്റിഗ്, അതായത് ആവർത്തിച്ചുള്ള ജോലികൾ. ഇപ്പൊ ഒരു ജോലി തന്നെ
അതും ആ ഒരു ചെറിയൊരു പോർഷൻ ആണ്, ഒരു ജോലിന്റെ ചെറിയ പോർഷൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെയ്ത് നമുക്ക് ഭയങ്കര മടി പിടിക്കില്ല, അതായത് നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല, അതായത് വിരസത ഉണ്ടാവും ആ ജോലിയിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബറിൽ ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ക്യാപിറ്റൽ. ഇതില് ഇദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, ഒരു രാജ്യത്തിന്റെ വെൽത്ത്, ഒരു നാഷണൽ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ക്യാപിറ്റൽ ആണ്. അതായത് ദേശീയ സമ്പത്തിന്റെ പ്രധാന ചാലകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, എന്താണ് ദേശീയ സമ്പത്തിന്റെ പ്രധാന ചാലകം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ആണ്. ദ കീ ഡ്രൈവ്സ് ഓഫ് നാഷണൽ വെൽത്ത് എന്നാണ് പറയുന്നത്. ദെൻ വെൽത്ത് ഓഫ് നാഷണൽ, അദ്ദേഹത്തിന്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നാഷൻ. നമ്മൾ പറഞ്ഞതുപോലെ ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ അല്ലെ, 1776 അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. അതിൽ അദ്ദേഹം 3 ഫോം ഓഫ് ക്യാപിറ്റൽ പറയുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ അദ്ദേഹം 3 ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഉൽപാദന ഉപകരണം, സെക്കൻഡ് വൺ തൊഴിലാളികൾക്കുള്ള ഫണ്ട്, തേർഡ് വൺ വരുമാന സ്രോതസ്. ഓക്കെ, അതിൽ ഉൽപാദന ഉപകരണം എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അല്ലെ. ഉൽപാദന ഉപകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധന സേവനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതൊക്കെ ഏതിൽ വരും, നമ്മുടെ ഉൽപാദന ഉപകരണത്തിൽ വരും. ഓക്കെ, ദെൻ രണ്ടാമത് നമ്മുടെ ക്യാപിറ്റൽ ആണ് തൊഴിലാളികൾക്കുള്ള ഫണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, വേതനം, അതേപോലെ അതിന്റെ സോഴ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി അധ്വാനത്തെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലാബറിനാണ് അവിടെ നിലനിർത്തുന്നത്. ദെൻ തേർഡ് വൺ വരുമാന സ്രോതസ്, അതായത് ഉൽപാദനത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള വരുമാനമാണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ ക്യാപിറ്റലിൽ വരുന്നത്. മാത്രവുമല്ല ക്യാപിറ്റൽ എന്നത് 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് ക്യാപിറ്റൽ, അതുപോലെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ഥിര മൂലധനം. ദെൻ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചംക്രമണ മൂലധനം. ഇനി ഫിക്സ്ഡ് മൂലധനം എന്ന് പറഞ്ഞാൽ ഫിക്സർ ആണ് സാധനം, അതായത് നമ്മുടെ യന്ത്രങ്ങളിന്റെ, ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങുകയാണ്, അപ്പൊ അതിലേക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള യന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. സോ അതൊക്കെ ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. യന്ത്രങ്ങള്, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അപ്പൊ ഇതൊക്കെ ലോങ് ടേമിലേക്കാണ്, അതായത് ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് ഒറ്റ ദിവസത്തേക്കല്ല നമ്മൾ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വിലമതിക്കുന്ന ഒരു വലിയൊരു യന്ത്രം മേടിക്കുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെ. അതൊക്കെ എന്താ ലോങ് ടേമിലേക്ക്, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുള്ളൂ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, സ്ഥിര മൂലധനമാണ്. ദെൻ നമ്മുടെ ചംക്രമണ മൂലധനം അഥവാ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസും അതുപോലെ നമ്മുടെ വേജ് അല്ലെ, കൂലി, ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചംക്രമണ മൂലധനത്തിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ നമുക്കറിയാം വിപണിയിലേക്കുള്ള സാധനങ്ങളുടെ ഗതാഗതമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ്ങും അതുപോലെ പ്രോസസ്സിങ്ങും അല്ലെ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു മാനുഫാക്ചറിങ് ഉണ്ടാവും, അതിന്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ഈ റോ മെറ്റീരിയൽസ് പ്രോസസ്സും മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് എന്താവുന്നത്, ഫൈനൽ ഗുഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫൈനൽ ഗുഡ്സ്, അതുപോലെ അതിന്റെ ഡിസ്ട്രിബ്യൂട്ട്, റീടൈല്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ, അതായത് നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെ, എൻഷുവർ പ്രൊഡക്റ്റ് റീച്ച് കൺസ്യൂമേഴ്സ്, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്താനുള്ള പ്രൊഡക്റ്റ് എത്തുന്നതിൽ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ടും റീടൈലും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റിന്റെ ഭാഗത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റും ഇൻട്രസ്റ്റും അല്ലെ. നമ്മുടെ ആഡം സ്മിത്തിന്റെ അതില് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ലാഭം എന്നത് എന്താണ്, മൂലധനത്തിൽ നിന്നുള്ള വരുമാനമാണ്, അതായത് ക്യാപിറ്റലിൽ നിന്നുള്ള വരുമാനമാണ് എന്തെന്ന് പറയുന്നത്, ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പലിശ എന്ന് പറയുന്നത് വായ്പ നൽകുന്നതിനുള്ള മൂലധന ഉടമക്ക് നൽകുന്ന നഷ്ടപരിഹാരമാണ് എന്തെന്ന് പറയുന്നത്, പലിശ. ഓക്കെ, അതായത് വായ്പ നൽകുന്നതിനുള്ള മൂലധന ഉടമക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ് പലിശ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ലാസേഴ്സ് ഫെയർ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ലാസേഴ്സ് ഫെയർ പോളിസിയിൽ പറയുന്നത് ഇതെന്താണ്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം? മാത്രമല്ല ഇദ്ദേഹം വാദിക്കുന്നത് എന്തായിരിക്കണം, ഫ്രീ ട്രേഡ് ആയിരിക്കണം. മാത്രമല്ല അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഇന്റർഫറൻസ് അല്ലെ, അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, രാഷ്ട്രം അതിൽ ഇടപെടാനൊന്നും പാടില്ല. ഫ്രീ ട്രേഡ് ആയിരിക്കണം, അവിടുത്തെ കച്ചവടം എന്തായിരിക്കണം, ഫ്രീ ട്രേഡ് ആയിരിക്കണം, സ്വതന്ത്ര കച്ചവടമായിരിക്കണം. അദ്ദേഹം വിശ്വസിക്കുന്നത്, ബിലീവ്ഡ് ദ ഗവൺമെന്റ് കാണ്ട് അസസ് ദ എക്കണോമിക് നീഡ്സ് ദെൻ ഏജന്റ് ആർ നെഗ്ലിജന്റ് എക്സ്ട്രാവജന്റ്. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്കണോമിയുടെ നീഡ്
എന്താ പറയുക ഫുൾഫിൽ ചെയ്യാനൊന്നും കഴിയൂല എന്നാണ് പറയുന്നത്. മാത്രമല്ല അവിടുത്തെ ഏജന്റ് ആയി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഏജന്റുകാരൊക്കെ എന്താണ് ഈ ഒരു കാര്യത്തില് എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലിജന്റ് അല്ലെ, അവര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ തിയറി ഓഫ് വാല്യൂ. ഓക്കെ, തിയറി ഓഫ് വാല്യൂ. തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിനുള്ള മൂല്യം, കൈമാറ്റത്തിനുള്ള മൂല്യവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ ഉപയോഗത്തിനുള്ള മൂല്യവും കൈമാറ്റത്തിനുള്ള മൂല്യവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നതിനെയാണ് തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിനുള്ള മൂല്യവും കൈമാറ്റം എക്സ്ചേഞ്ച് വാല്യൂവും തമ്മിലുള്ള അതിനെ രണ്ടിനും വേർതിരിക്കുന്നതിനെയാണ് തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാബർ തിയറി വാല്യൂ എന്നത് എന്താണ്, അധ്വാനമാണ് മൂല്യത്തിന്റെ ഉറവിടം. ഇതൊരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ. അധ്വാനം അല്ലെ, ലാബർ എന്നതാണ് മൂല്യത്തിന്റെ വാല്യൂന്റെ അടിസ്ഥാന ഉറവിടം എന്താണ്, അധ്വാനമാണ്. ഓക്കെ, അതാണ് ലാബർ തിയറി വാല്യൂല് പറയുന്നത്. അധ്വാനമാണ് എന്തെന്ന് പറയുന്നത്, മൂല്യത്തിന്റെ അടിസ്ഥാന ഉറവിടം. ഇത്രയും കാലമാണ് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാർമണി ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, പലിശയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ സ്വാർത്ഥ താല്പര്യം അല്ലെ. ഇപ്പം നമുക്കറിയാം മനുഷ്യന്മാർക്ക് സ്വാർത്ഥ താല്പര്യം. അപ്പൊ ഈ സ്വാർത്ഥ താല്പര്യം എന്താണ്, സമൂഹത്തിന് എന്ത് ചെയ്യും, ഗുണം ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ഹാൻഡ് അല്ലെ, അതായത് ഇൻവിസിബിൾ ഹാൻഡ് നയിക്കുന്നത് എന്താണ്, സെൽഫ് ഇൻട്രസ്റ്റഡ് ആക്ഷൻ ഫോർ കളക്റ്റീവ് വെൽഫെയർ അല്ലെ. അതായത് നമ്മൾ സ്വന്തം സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത്, പക്ഷെ അത് എന്തിലേക്ക് നയിക്കുന്നു, കളക്റ്റീവ് വെൽഫെയർ അല്ലെ. നമ്മൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, സമൂഹത്തിന് മുഴുവനായിട്ട് അത് ഗുണം ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇൻവിസിബിൾ ഹാൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ആണ്. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇതിൽ പറയുന്നത് മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ പ്രിഫർ ചെയ്യുന്നു അല്ലെ. ഇതില് നമ്മുടെ ലെസർ ഫെയർ ഇതൊക്കെ വരുന്നുണ്ട് ആഡം സ്മിത്തിന്റെ. അപ്പൊ ആഡം സ്മിത്തിനെ ഓർക്കുമ്പോൾ തന്നെ അത് ഓർക്കുക, അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വല്ല വേണ്ട, ഫ്രീ ട്രേഡ് ആണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞ ടീമാണ് ആഡം സ്മിത്ത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അവർ പ്രിഫർ ചെയ്യുന്നത് മിനിമൽ ഇന്റർവെൻഷൻ ആണ്. മാത്രമല്ല അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ടേം ഉണ്ട്, എന്താ, സ്വത്തവകാശം അല്ലെ, പ്രോപ്പർട്ടി റൈറ്റ് അല്ലെ. പ്രോപ്പർട്ടി റൈറ്റ് അവർ എന്ത് ചെയ്യുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. ദെൻ മെയിൻറ്റെയിനിങ് സ്റ്റാബിൾ കറൻസി, അവർ പറയുന്നുണ്ട് കറൻസി സ്റ്റാബിൾ കറൻസി ആയിരിക്കണം. ഓക്കെ, സ്റ്റാബിൾ കറൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് മൂലധനം സ്ഥിരപ്പെടുത്താം അല്ലെ, സ്ഥിരപ്പെടുത്തണം, മൂലധനം എന്ത് ചെയ്യണം, സ്ഥിരപ്പെടുത്തണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സമ്പാദത്തിലൂടെയും നിക്ഷേപത്തിലൂടെയും മൂലധനം എന്ത് ചെയ്യുന്നു, ദേശീയ സമ്പത്തിനെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിലൂടെ സമ്പാദത്തിലും അല്ലെ, നമ്മുടെ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ മൂലധനം എന്ത് ചെയ്യുന്നു, നമ്മുടെ ദേശീയ സമ്പത്തിനെ, നാഷണൽ നമ്മുടെ എന്താ പറയാ വെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുന്നു എന്നൊക്കെയാണ് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ഈ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് ഒന്നുകൂടെ നമുക്ക് പറയാം, ഈ സ്മിത്തിന്റെ വാല്യൂ തിയറി അല്ലെ, ആഡം സ്മിത്തിന്റെ വാല്യൂ തിയറി എന്ന് പറയുന്നത് എന്താണ്, ലാബർ തിയറി ഓഫ് വാല്യൂ ആണ് അല്ലെ. അധ്വാനത്തെ കുറിച്ചാണ് പറയുന്നത്, ലാബർ തിയറി ഓഫ് വാല്യൂ. അതായത് നമ്മുടെ അധ്വാനമാണ് മൂലധനത്തിന്റെ സമ്പത്തിലെ മൂലധനത്തിന്റെ അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത് അധ്വാനമാണ് എന്നാണ് ആഡം സ്മിത്തിന്റെ ഈ ഒരു തിയറി. ഓക്കെ, മാത്രമല്ല ഈ ഒരു തിയറി, ഈ ലേബർ തിയറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധനങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് അവ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അധ്വാനത്തിന്റെ അളവ് അല്ലെ. അതായത് ഒരു ലേബർ തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളുടെ മൂല്യം അല്ലെ. ഇപ്പൊ ഒരു സാധനം, ഈ പെന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ എന്താണ്, അധ്വാനം. ഇത് ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെ അധ്വാനമാണ് ആവശ്യമുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതാണ് നമ്മുടെ ലേബർ തിയറി. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സാധനങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് അവ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അധ്വാനത്തിന്റെ അളവാണ്. ഓക്കെ, അധ്വാനത്തിന്റെ അളവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ദെൻ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റോൾ അല്ലെ, ലിമിറ്റഡ് ഗവൺമെന്റിന്റെ റോൾ നോക്കാം. അതായത് രാഷ്ട്രത്തെ പ്രതിരോധിക്കുക എന്നത് ഒന്നാമത്തെ റോളാണ് അല്ലെ. ഗവൺമെന്റ് ലിമിറ്റഡ് രാഷ്ട്രത്തെ പ്രതിരോധിക്കുക. ദെൻ സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം നടക്കുക. ദെൻ പൊതു അടിസ്ഥാനത്തിൽ സ്വകാര്യ പരിപാടികളൊക്കെ നടപ്പിലാക്കുക. ദെൻ നിയമപരമായ റൈറ്റ്സുകളിലെ നിയമപരമായ അവകാശങ്ങൾ നടപ്പിലാക്കുക.
മാത്രമല്ല കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ചെയ്യും, ശിക്ഷയും കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ മെഷീനറിയും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതെന്താണ്? അത് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ്. മെഷീനറി അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, മെഷീൻസ് ആണ്, യന്ത്രങ്ങൾ, ഇതൊക്കെ എന്താണ്? ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ് അല്ലെ, ലോങ് ടേമക്ക് അല്ലേ നമ്മൾ ചെയ്ത് വെക്കുന്നത്, അത് വാങ്ങുന്നത്. സോ അത് എന്താണ്? ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ്. മാത്രമല്ല നമ്മുടെ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വേജിനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും